ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കീഴടങ്ങണമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് തള്ളി യുദ്ധപ്രഖ്യാപനവുമായി ഇറാൻ പരമോന്നത നേതാവ്. യുദ്ധം തുടങ്ങിയെന്നും ഇസ്രായേലിനോട് ദയയില്ലാതെ തിരിച്ചടിക്കുമെന്നും അയത്തുള്ള അലി ഖമനേയുടെ എക്സ്പോസ്റ്റ്. വാളേന്തിയ പോരാളിയുടെ ചിത്രത്തിനൊപ്പം യുദ്ധം തുടങ്ങിയെന്ന പ്രഖ്യാപനവുമാണ് ഖമനയുടെ സമൂഹ മാധ്യമ പോസ്റ്റിലുള്ളത്. അതേസമയം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചതായി ഇസ്രായേൽ അറിയിച്ചു. ആറാം നാളിലും ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അശാന്തമാണ് പശ്ചിമേഷ്യ. ഇറാനോട് നിരുപാധികം കീഴടങ്ങാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം ഇറാൻ തള്ളി. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഒളിയിടമറിയാമെന്നും എന്നാൽ ഇപ്പോൾ വധിക്കാൻ ഉദ്ദേശമില്ലെന്നുമായിരുന്നു ഇന്നലെ ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഇതിനു പിന്നാലെ എക്സിൽ പോസ്റ്റുമായി ഖമനേയി രംഗത്തെത്തി. സയനിസ്റ്റ് ഭീകരതയോട് ദയയില്ലെന്നും തക്ക മറുപടി നൽകുമെന്നുമാണ് പ്രതികരണം. പേർഷ്യൻ ഭാഷയിലുള്ള മറ്റൊരു പോസ്റ്റിൽ ഖൈബർ യുദ്ധത്തെ സൂചിപ്പിക്കുന്ന ചിത്രത്തോടൊപ്പം യുദ്ധം ആരംഭിക്കുന്നുവെന്നും ഖമനേയി പോസ്റ്റ് ചെയ്തു. ഇരു രാജ്യങ്ങളും കടുത്ത മിസൈൽ ആക്രമണം തുടരുകയാണ്. ടെൽ അവീവിലും ഹൈഫയിലും ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകി. ടെൽ അവീവിൽ ഉൾപ്പെടെ കൂടുതൽ പേർ ബങ്കറുകളിൽ അഭയം തേടി. ടെഹ്റാനിലെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രത്തിലേക്കും മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്കും 50-ലധികം പോർ വിമാനങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു. സൈനിക കെട്ടിടങ്ങളും വാസകേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ടെഹ്റാനിലെ ഡിസ്ട്രിക്ട് 18 ആക്രമിക്കപ്പെട്ടു. ടെൽ അവീവിലെ മൊസാദ് ആസ്ഥാനം ആക്രമിച്ചെന്ന് ഇറാൻ ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് 24. സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ ഇറാനിൽ നിന്നൊഴിപ്പിച്ച വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം നാളെ പുലർച്ചെ ഇന്ത്യയിലെത്തും. അർമേനിയയിൽ നിന്ന് വിമാനമാർഗമാണ് 110 പേരടങ്ങുന്ന സംഘം ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നത്. ടെഹ്റാനിലെയും ടെല്ലവീവിലെയും സംഘർഷ ബാധിത മേഖലകളിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വിദേശകാര്യ മന്ത്രാലയം നടപടികൾ തുടരുകയാണ്. ഇറാൻ അതിർത്തി വഴി അർമേനിയയിലെത്തിയ വിദ്യാർത്ഥികൾ പുലർച്ചെ 2 മണിയോടെ ഇന്ത്യയിൽ തിരിച്ചെത്തുമെന്നാണ് വിവരം. പശ്ചിമേഷ്യയിലെ വ്യോമയാന മേഖലയിൽ തടസ്സം നേരിടുന്നതിനാൽ ചിലപ്പോൾ യാത്ര വൈകിയേക്കും. ജമ്മു കശ്മീരിൽ നിന്നുള്ളവരാണ് ആദ്യ ബാച്ചിലുള്ളവർ. ഡൽഹിയിലെത്തുന്നവരെ നാട്ടിലേക്ക് എത്തിക്കാനും വിദേശകാര്യ മന്ത്രാലയം ക്രമീകരണം ഒരുക്കിയതായി ജമ്മു കശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ അറിയിച്ചു. വിമാനമാർഗമോ ട്രെയിൻ മുഖേനയോ ആകും സ്വദേശങ്ങളിൽ എത്തിക്കുക. അതേസമയം ടെഹ്റാൻ വിട്ട 600 വിദ്യാർത്ഥികൾ ക്വാമ നഗരത്തിൽ തുടരുകയാണ്. ഇറാനിലെ മലയാളികളെല്ലാം സുരക്ഷിതരാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24-നോട് പറഞ്ഞു. അവരൊക്കെ സേഫായിട്ട് സ്ഥലങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയുമായിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ടച്ചിലാണ്. നമ്മുടെ സംവിധാനം നമുക്ക് അവിടെ ഉണ്ട്. ആരൊക്കെ മലയാളികളുണ്ട് ആ ലിസ്റ്റൊക്കെ നമുക്ക് കിട്ടുകയും നമ്മളത് ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ടെല്ലവീവിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്ന നടപടിയും തുടരുകയാണ്. ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി ഒഴിപ്പിക്കാനാണ് നീക്കം. ഇന്ത്യക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഇസ്രയേലും അറിയിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്കാണ്. ടെഹ്റാന് സമീപമുള്ള യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം ആക്രമിച്ചു എന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അമേരിക്കയും രംഗത്തിറങ്ങിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇസ്രായേലിന്റെ ഈ അവകാശവാദം. അതേസമയം സംഘർഷത്തിൽ ഇറാനെതിരെ അമേരിക്ക നേരിട്ടിറങ്ങുന്നതിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പ് ഉയരുന്നുണ്ട്. PP ജെയിംസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. PP ജെയിംസ്, IDF പുറത്തുവിട്ട ദൃശ്യങ്ങളും വിവരങ്ങളുമാണ്. അവർ ഔദ്യോഗികമായി തന്നെ ഈ ടെഹ്റാന് സമീപമുള്ള ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന കാര്യം പറയുന്നുണ്ട്. തന്നെയുമല്ല, ടെഹ്റാനിൽ ഇന്നലെ രാത്രി പലതവണ ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ പറന്നു. നിരവധി എണ്ണം, ഒന്നിലധികം എന്ന് വെച്ചാൽ 50-ലൊക്കെ അധികം എണ്ണം തുടർച്ചയായി അവിടെ പറന്നു എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. ടെഹ്റാന് മേൽ വലിയ ആക്രമണം നടന്നു എന്നാണ് പറയുന്നത്. എന്താണ് ഈ സംഘർഷത്തിൻ്റെ അടുത്ത ഘട്ടം? ഇതൊരു യുദ്ധം എന്ന നിലയിൽ
അയത്തുള്ള ഖമൈനി വിശദീകരിക്കുന്നുണ്ട് സമൂഹ മാധ്യമ പോസ്റ്റുകളിൽ. അമേരിക്കയുടെ നിലപാട് ഇതിൽ നിർണായകവുമാണ്. ഏത് നിലയ്ക്കാണ് കാര്യങ്ങൾ പോകുന്നതിൻ്റെ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ അടുത്ത ഘട്ടം ഒരു സമ്പൂർണ്ണ യുദ്ധം എന്നാണോ നമ്മൾ ആശങ്കപ്പെടുന്നത് അല്ലെങ്കിൽ കരുതുന്നത്? വിജയകുമാർ, അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് അൺകണ്ടീഷണൽ സറണ്ടർ എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞപ്പോൾ നിരുപാധികമായി കീഴടങ്ങുക, ഇല്ലെങ്കിൽ ഒളിസങ്കേതം കണ്ടെത്തി പിടികൂടാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ടും അവിടുത്തെ ഖമൈനി, ആയത്തുള്ള ഖമൈനി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു തരത്തിലും കീഴടങ്ങില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ ഭയാനകമായ രീതിയിൽ, നിങ്ങളെ വിറപ്പിക്കുന്ന രീതിയിൽ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ ചില സംഭവങ്ങൾ കൂടി നടന്നിരിക്കുന്നു. ബങ്കറുകളിൽ കഴിയുന്ന ആയത്തുള്ള ഖമൈനി അദ്ദേഹത്തിൻ്റെ അധികാരങ്ങൾ, കാരണം ഇങ്ങനെയുള്ളൊരു യുദ്ധത്തിൽ അവസാന തീരുമാനമെടുക്കുന്നത് പരമോന്നത നേതാവ് എന്ന നിലയിൽ ആയത്തുള്ള ഖമൈനിയാണ്. അതിലെ ഒരുപാട് അധികാരങ്ങൾ സൈന്യത്തിന് കൊടുത്തുകൊണ്ട് അദ്ദേഹം ഉത്തരവിറക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് മുന്നോട്ട് പോകാം, താൻ ഒളിവിലാണെങ്കിലും തൻ്റെ ഒപ്പിന് വേണ്ടി കാത്തു നിൽക്കേണ്ട. കാരണം ഒരുപക്ഷെ അവർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം തന്നെ ഉപയോഗിക്കുന്നില്ല. നേരത്തെ ഒസാമ ബിൻ ലാദനെ അമേരിക്ക സാറ്റലൈറ്റ് ഫോണിൽ നിന്നാണ് പിടിച്ച് നേരെ ലേസർ ഗൈഡഡ് മിസൈൽ അയച്ചത്. കഷ്ടിച്ചാണെന്ന് രക്ഷപ്പെട്ടത് അഫ്ഗാനിസ്ഥാനിൻ്റെ മലനിരകളിൽ. അതുപോലെ ഇപ്പോൾ ബങ്കറിലിരുന്ന് എന്തെങ്കിലും തരത്തിൽ കമ്മ്യൂണിക്കേഷന് ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് സ്പോട്ട് ഔട്ട് ചെയ്യാൻ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കഴിയും. അതുകൊണ്ട് എല്ലാ ബന്ധങ്ങളും വിട്ട് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഒന്നും ടച്ച് ചെയ്യാതെയാണ് ഇപ്പോൾ ഉള്ള ബങ്കറിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്ന, ഇപ്പോൾ താമസിക്കുന്ന അല്ലെങ്കിൽ അതേ ഒളിച്ചിരിക്കുന്ന ബങ്കർ അറിയാമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതോടെ ഖമൈനി മാറിയിരിക്കുകയാണ്. എന്ന് മാത്രമല്ല, വിജയകുമാർ ഇപ്പോൾ പറഞ്ഞ പോലെ വലിയ ആക്രമണം ടെഹ്റാനിൽ ഉണ്ടായി. അത് 50-ലേറെ യുദ്ധവിമാനങ്ങൾ, അതിൽ F-16, F-22, F-35 അമേരിക്കയുടെ ലോകോത്തര യുദ്ധവിമാനങ്ങളും ആയിട്ടാണ് അവിടെ അറ്റാക്ക് നടന്നിട്ടുള്ളത്. ഒരുപക്ഷെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ്, നട്ടാൻസും അടക്കമുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആദ്യം ആക്രമണം നടന്നത്. ആദ്യ ദിവസങ്ങളിൽ ആ നട്ടാൻസിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ പറ്റിയെന്ന് ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ആക്രമണം നടക്കുന്നതിനിടയിലാണ് സെൻട്രിഫ്യൂഗൽ സിസ്റ്റം അടക്കം ആണവ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റുകൾ, നിർമ്മാണ യൂണിറ്റുകൾക്ക് നേരെയാണ് വലിയ ആക്രമണം നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആണവ കേന്ദ്രങ്ങൾ തകർക്കുക എന്ന തരത്തിലേക്ക് തന്നെ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ മാനുഫാക്ചറിങ് യൂണിറ്റുകളുള്ള സകല മേഖലകളിലും അറ്റാക്ക് നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എണ്ണപ്പാടങ്ങളിൽ വീണ്ടും അറ്റാക്ക് നടന്നിരിക്കുന്നു, സൈനിക താവളങ്ങളിൽ അറ്റാക്ക് നടന്നിരിക്കുന്നു. ഇത് മുഴുവൻ മൊസാദ് വഴി ചോർത്തിയെടുത്ത് കൃത്യമായി ടാർഗറ്റഡ് ആണ് ഈ അറ്റാക്ക് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. തിരിച്ച് ബാലിസ്റ്റിക് മിസൈലുകൾ ഒന്നിനു പുറകെ ഒന്നായി പ്രയോഗിക്കുന്നുണ്ട് ഇറാൻ. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെ സമ്മതിച്ചിരിക്കുന്നു, കഴിഞ്ഞ 5 ദിവസത്തിനുള്ളിൽ 6-ാം ദിവസം കടക്കുകയാണ്, ഇറാൻ 400-ലേറെ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചു ഇസ്രായേലിനെതിരെ എന്ന് ഇസ്രായേൽ തന്നെ പരസ്യമായി സമ്മതിച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അത് പലതും പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈഫ എന്ന ഇസ്രായേലി നഗരത്തിന് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ടെല്ലവീവ്, ഇസ്രായേലിൻ്റെ തലസ്ഥാനത്തും ഒരുപാട് മിസൈലുകൾ വന്ന് പതിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇസ്രായേലിന് അനുഭവമില്ലാത്തൊരു കാര്യമാണ്. പലപ്പോഴും 1-2 ഒക്കെ ഗസയിലെ ഹമാസിൻ്റെയൊക്കെ ഇതിനിടയിൽ വന്നു വീണു എന്നല്ലാതെ ഒരു ആൾക്കാർ മരിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോൾ മരണസംഖ്യ അവർ പറയുന്നതനുസരിച്ച് തന്നെ 30-ൽ താഴെ ഇസ്രായേലികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഒരുപക്ഷെ വിജയകുമാർ നമ്മളെയൊക്കെ അമ്പരപ്പിക്കുന്നത് ഈ അമേരിക്കയായിട്ട് ബന്ധപ്പെട്ട ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ കണക്ക് വന്നിട്ടുണ്ട്. അത് കോട്ട് ചെയ്ത് അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 600-നടുത്ത് ഇറാനികൾ കൊല്ലപ്പെട്ടു എന്നാണ്. ഇപ്പോഴത്തെ കറക്റ്റ് കണക്ക് 585 അവർ പറയുന്നത്. അതൊരു വലിയൊരു തരത്തിലാണ്. കഴിഞ്ഞ 6 ദിവസത്തിനുള്ളിൽ 600ഓളം പേർ ഇറാനിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന ഒരു കണക്ക് കൂടി വരുന്നുണ്ട്. വിജയകുമാർ, ജെയിംസ്, ഒറ്റ കാര്യം കൂടെ, ഇപ്പോൾ ഇന്ന് പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീർ അമേരിക്കയിലുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരു ഉച്ചഭക്ഷണ വിരുന്ന് അല്ലെങ്കിൽ അത് അവിടെ ട്രംപ് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്
പാകിസ്ഥാനെ ഇറാനെതിരായ നീക്കത്തിൽ ഒരു താവളമാക്കാൻ അമേരിക്ക ഉദ്ദേശിക്കുന്നു എന്ന തരത്തിൽ ഉള്ള വിലയിരുത്തലുകളൊക്കെ വരുന്നുണ്ട്. ആ നിലയിൽ ചില വിദേശകാര്യ പ്രതിരോധ വിദഗ്ധന്മാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിൻ്റെ അത്തരമൊരു സന്ദേശമാണോ ഈ അസീം മുനീറിൻ്റെ അമേരിക്കൻ സന്ദർശനവും അവിടുത്തെ ഈ ഉന്നതതല കൂടിയാലോചനകളും നൽകുന്നത്? വിജയകുമാർ, തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇതായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായിട്ടാണ് മനസ്സിലാവുന്നത്. കാരണം സാധാരണ അമേരിക്കൻ പ്രസിഡന്റ് പാക് പ്രധാനമന്ത്രിയെ കാണാറുണ്ട്, പക്ഷേ പാക് സൈനിക തലവനെ കാണുന്നത് ഒരു അത്യപൂർവ നടപടിയാണ്. എന്ന് മാത്രമല്ല, അസീം മുനീർ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അമേരിക്കയിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്ത്യ വളരെ ശക്തമായ നിലയിൽ നിൽക്കുകയും ഇന്ത്യയുടെ ഡെലിഗേഷൻസ് ഒക്കെ പോയിട്ട് ഈ പാകിസ്ഥാൻ്റെ ടെറർ ആക്ടിവിറ്റിയെക്കുറിച്ച് അമേരിക്കയിൽ വലിയ രീതിയിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്ത സാഹചര്യത്തിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഫത്തായിൽപ്പെട്ട് ഗ്രേ ലിസ്റ്റിൽ വന്നാൽ അവർക്ക് മോണിറ്ററി ഫണ്ടിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും പണമൊന്നും കിട്ടില്ല. അപ്പോൾ ഭീകര പട്ടികയിൽ നിന്ന് പുറത്താവണം. ഒപ്പം തന്നെ അമേരിക്കയുടെ ഒരു പിന്തുണ ഉറപ്പാക്കുക എന്നുള്ള ഇതുകൊണ്ട് ഇതിനൊക്കെ വേണ്ടിയാണ് പോയത്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇറാനെ സഹായിക്കാൻ പോകുന്നുവെന്ന് വലിയ മീഡിയ റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. വേണ്ടി വന്നാൽ പാകിസ്ഥാൻ പോയി ഇസ്രായേലിൽ അണുബോംബിടുന്നവരെ വാർത്തകൾ വന്നു. പക്ഷേ പാകിസ്ഥാൻ നിഷേധിച്ചു. പാകിസ്ഥാനെ ചൈനയും കൂടെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചൈന ഇറാൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ പാകിസ്ഥാൻ ഇപ്പോൾ അവിടുത്തെ സൈന്യം വളരെ കൃത്യമായിട്ട് അമേരിക്കൻ പക്ഷപാതികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈന്യത്തിൻ്റെ തലവനായിട്ടുള്ള അസീം മുനീറിനെ ആയിട്ടുള്ള ചർച്ച വഴി പാകിസ്ഥാൻ സൈന്യത്തെ കൂടെ നിർത്തുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കണം അങ്ങനെ ഒരു കൂടിക്കാഴ്ച അനുവദിച്ചത്. ഒറ്റ കാര്യം കൂടിയുണ്ട്, ഡൊണാൾഡ് ട്രംപിന്റെ മക്കളും അസീം മുനീറിന്റെ മക്കളും തമ്മിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുണ്ട് എന്നുള്ള രീതിയിൽ വാർത്തകൾ വന്നിരുന്നു. കുടുംബപരമായ ഒരു കടുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേകം ഇത് കിട്ടാൻ കാരണമെന്നറിയില്ല. എന്തായാലും അത് സംബന്ധിച്ചുള്ള വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. വിജയകുമാർ. യെസ്, പി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ട്രംപ് എപ്പോഴും ട്രേഡിനെ പറ്റിയാണ് പറയുന്നത്. എല്ലാം ട്രേഡിന് വേണ്ടി മാറ്റിവെക്കുക, എന്തിന് യുദ്ധം ചെയ്യുന്നു, നിങ്ങൾക്ക് ട്രേഡ് ചെയ്തുകൂടെ എന്നാണ് ട്രംപ് ചോദിക്കുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം ഈ കൂടിക്കാഴ്ചയുടെ ഒരു ചുരുക്കം എന്ന് കരുതാം. എന്തായാലും നമ്മൾ കരുതുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള നീക്കങ്ങൾ ഒരു പക്ഷേ ഈ ചർച്ചകളുടെയൊക്കെ ഭാഗമായി നടക്കുന്നുണ്ടാകാം. അമേരിക്ക പാകിസ്ഥാനെ ഒരു സൈനിക താവളമായി ഇറാനെതിരെ ഉപയോഗിച്ചേക്കുമെന്ന തരത്തിലുള്ള വിലയിരുത്തലൊക്കെ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥത വഹിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തള്ളി. ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പ്രധാനമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ എന്ന ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഇരിക്കവെയാണ് മോദി ട്രംപ് ഫോൺ സംഭാഷണം നടന്നത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് അമേരിക്കയുടെ ഇടപെടലാണെന്ന വാദങ്ങൾ തള്ളിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റിനോട് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിച്ചത്. ഇന്ത്യ പാക് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയത് പാകിസ്ഥാന്റെ അഭ്യർത്ഥന മാനിച്ച്. സൈനിക ചാനൽ വഴിയായിരുന്നു ആ ചർച്ചകൾ. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നിൽ അമേരിക്കയുടെ മധ്യസ്ഥ ചർച്ചകൾ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു. प्रधानमंत्री मोदी ने जोर देकर कहा कि भारत ने न तो कभी मध्यस्थता स्वीकार की थी, न करता है और ना ही कभी करेगा. ഇന്ത്യ ഒരിക്കലും മധ്യസ്ഥത സ്വീകരിച്ചിട്ടില്ല. ഇന്ത്യ പാക് വിഷയത്തിൽ രാജ്യത്തിനകത്ത് രാഷ്ട്രീയ ഐക്യമുണ്ടെന്നും നരേന്ദ്രമോദി. പാകിസ്ഥാന്റെ ഓരോ വെടിയുണ്ടകൾക്ക് ഓരോ ഷെൽ എന്ന രീതിയിൽ മറുപടി നൽകുമെന്നും പ്രധാനമന്ത്രി. 35 മിനിറ്റോളമായിരുന്നു നരേന്ദ്രമോദിയും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണം. ഇന്ന് US പ്രസിഡന്റുമായി പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നയം പ്രധാനമന്ത്രി ട്രംപിനെ അറിയിച്ചത്. G7 ഉച്ചകോടിയിൽ നിന്ന് US പ്രസിഡന്റ് ട്രംപ് നേരത്തെ മടങ്ങിയതോടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കാതെ പോയത്. R. അച്യുതൻ, 24, ഡൽഹി. ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നു. പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങൾ പുനഃസ്ഥാപിക്കാനും ധാരണയായിട്ടുണ്ട്. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. प्रधानमंत्री जी के चुनाव के बाद मुझे पहली बार मिलने का मौका मिला है, तो इस चुनाव के भव्य विजय के लिए भी मैं उनको बधाई देता हूं और आने वाले कालखंड में उनके साथ भारत और कनाडा मिलकर के अनेक क्षेत्रों में प्रगति करेंगे. 2023 ജൂണിൽ കാനഡയിൽ ഖലിസ്ഥാൻ നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായത്.
കൊലപാതകത്തിൽ ഇന്ത്യക്ക് പങ്കുണ്ടെന്ന മുൻ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പരാമർശമായിരുന്നു പ്രധാന കാരണം. ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ പുറത്താക്കുകയും വിസ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തത് സ്ഥിതിഗതികൾ വഷളാക്കി. 2 വർഷങ്ങൾക്ക് ശേഷം ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ G7 ഉച്ചകോടിക്കിടെ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം. ഇരു രാജ്യങ്ങളും ഹൈക്കമ്മീഷണർമാരെ നിയമിക്കും. പൗരന്മാർക്ക് പതിവ് നയതന്ത്ര സേവനങ്ങളും പുനഃസ്ഥാപിക്കും. എന്നാൽ നിജ്ജർ വധത്തെപ്പറ്റി ഇന്നലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ കെർണി ജാഗ്രത പാലിച്ചു. We have had a discussion, the Prime Minister and I, about the importance of having the law enforcement to law enforcement dialogue, which is not just dialogue, cooperation directly. അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്നായിരുന്നു പ്രതികരണം. പരസ്പര ബഹുമാനവും വിശ്വാസവും നിലനിർത്തി ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് കാർണി വ്യക്തമാക്കി. മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായ ശേഷം മോദിയുമായി നടത്തുന്ന ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. നാളെ വിധിയെഴുത്ത്. പൊടിപാറിയ പ്രചാരണത്തിനൊടുവിൽ നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക്. 2,32,000-ലേറെ വോട്ടേഴ്സാണ് വിധി എഴുതുന്നത്. സുരക്ഷയൊരുക്കാൻ പോലീസിനൊപ്പം അർദ്ധസൈനികരും നിലമ്പൂരിൽ സജ്ജരാണ്. നിലമ്പൂരിന്റെ പുതിയ MLA തിങ്കളാഴ്ച അറിയാം. നിലമ്പൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുമ്പോൾ സുതാര്യവും കുറ്റമറ്റതുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥർ. 7 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ ആകെ ക്രമീകരിച്ചിരിക്കുന്നത് 263 ബൂത്തുകൾ. ഇതിൽ ആദിവാസി മേഖലകൾ ഉൾപ്പെടുന്ന 3 ബൂത്തുകൾ വനത്തിനുള്ളിലാണ്. 314 പ്രിസൈഡിംഗ് ഓഫീസേഴ്സും 975 പോളിംഗ് ഉദ്യോഗസ്ഥരുമടക്കം 1301 ഉദ്യോഗസ്ഥരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കുന്നത്. 7 മേഖലകളിലായി 11 പ്രശ്നബാധിത ബൂത്തുകളുമുണ്ട്. പോലീസിന്റെയും അർദ്ധസൈനിക വിഭാഗത്തിന്റെയും ശക്തമായ വിന്യാസവും സംസ്ഥാനം മാവോയിസ്റ്റ് വിമുക്തമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടത്തുന്ന ആദ്യ തെരഞ്ഞെടുപ്പെന്ന പ്രത്യേകതയും നിലമ്പൂരിനുണ്ട്. 263 പോളിംഗ് ബൂത്തുകളിലെ മെഷീനുകൾക്ക് പുറമെ 315 EVM-ഉം 341 VVPATകളും റിസർവ്ഡായും ഒരുക്കിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മെഷീനുകൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്ക് GPS ഘടിപ്പിച്ച വാഹനങ്ങളാണ് ബൂത്തുകളിലേക്ക് പോകാൻ ഒരുക്കിയിരിക്കുന്നത്. വ്യക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്, സെൻട്രൽ ഫോഴ്സിന്റെ ഡിപ്ലോയ്മെന്റ് ഉണ്ട്. നമുക്ക് 14 ക്രിട്ടിക്കൽ പോളിംഗ് സ്റ്റേഷന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ബൂത്തുകളിലും തത്സമയ ദൃശ്യങ്ങൾ ലഭ്യമാക്കാൻ വെബ്കാസ്റ്റിംഗും സജ്ജീകരിച്ചിട്ടുണ്ട്. 2,32,381 വോട്ടർമാർ. അവരെല്ലാവരും പോളിംഗ് ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തുമെന്ന പ്രതീക്ഷയിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഉദ്യോഗസ്ഥരും. ഓരോ വോട്ടർക്കും കൃത്യമായി പോളിംഗ് ബൂത്തിലെത്തി പരാതികളില്ലാതെ മടങ്ങാനാകണം. അതിനുള്ള ഒരുക്കത്തിലാണ് ഉദ്യോഗസ്ഥർ. സുഹൈൽ മുഹമ്മദ്, 24 നിലമ്പൂർ. അടിയന്തരാവസ്ഥ കാലത്ത് RSSുമായി സഹകരിച്ചിട്ടുണ്ടെന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പരാമർശത്തെ ചൊല്ലി രാഷ്ട്രീയ വിവാദം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് 1 ദിവസം മാത്രം ശേഷിക്കെ പരാമർശം ആയുധമാക്കുകയാണ് UDF. MV ഗോവിന്ദൻ ബോധപൂർവം നടത്തിയ വെളിപ്പെടുത്തലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഒരു കാലത്തും RSSുമായി ബന്ധമില്ലെന്നും ചരിത്രത്തെ ചരിത്രമായി കാണാൻ തയ്യാറാകണമെന്നുമാണ് വിവാദത്തിൽ MV ഗോവിന്ദന്റെ വിശദീകരണം. അടിയന്തരാവസ്ഥക്കാലത്ത് RSS അടക്കം എല്ലാവരുമായും കൂട്ടുചേർന്നിട്ടുണ്ടെന്ന ടെലിവിഷൻ അഭിമുഖത്തിലെ MV ഗോവിന്ദന്റെ പരാമർശമാണ് വോട്ടെടുപ്പിന് തലേന്ന് വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിൽ UDFനെ പ്രതിരോധരാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് MV ഗോവിന്ദൻ സ്വയം കുഴികുത്തി വീണത്. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുന്ന UDF RSS ബന്ധത്തിനെതിരെ രംഗത്ത് വന്നു. അത് വളരെ ബുദ്ധിപൂർവമായി CPM പ്ലാൻ ചെയ്ത് സെക്രട്ടറിയെ കൊണ്ട് നടത്തിച്ച പ്രസ്താവനയാണ്. നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു, നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനിയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണ്. ആരുമായും തരാതരം പോലെ കൂട്ടിയിട്ടുണ്ടാക്കുന്ന പാർട്ടിയാണ് CPM എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി വിമർശനം കടുപ്പിച്ചു. അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകളും മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ്. അത് മറച്ചു വെക്കാൻ കഴിയില്ല. വോട്ടെടുപ്പിന് തലേന്ന് MV ഗോവിന്ദൻ നടത്തിയ വിവാദ പ്രതികരണത്തിന് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ടെന്നും UDF ആരോപിക്കുന്നു. ഞങ്ങൾ പറഞ്ഞ ആക്ഷേപങ്ങൾ അവരെ സംബന്ധിച്ച് അവർ RSS BJP ബാന്ധവത്തിലായിരുന്നു, പലപ്പോഴുമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ സമ്മതിച്ചത് അവരുടെ യഥാർത്ഥ മുഖം വോട്ടർമാർക്ക് മനസ്സിലാക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. പ്രതികരണം വിവാദമായതോടെ രാവിലെ തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് MV ഗോവിന്ദൻ പ്രതിരോധത്തിന് ശ്രമിച്ചു. ചരിത്രത്തെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് പഠിക്കണം, കാണാനും തയ്യാറാവണം. ജനതാ പാർട്ടി എന്ന് പറയുന്നത് ജനസംഘത്തിൻ്റെ തുടർച്ചയായി വന്നൊരു പാർട്ടിയല്ല.
RSSുമായി CPIM ഇന്നേ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല. ഇന്നലെയുമില്ല, ഇന്നുമില്ല, ഇനി നാളെയും ഉണ്ടാവില്ല. UDF ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നത് വിവാദമായി നിലനിർത്താൻ ശ്രമിക്കുന്നതിനിടെ സംസ്ഥാന സെക്രട്ടറി തന്നെ RSS ബന്ധത്തെക്കുറിച്ച് നടത്തിയ പ്രതികരണത്തിൽ CPM-ലും LDF-ലും കടുത്ത അതൃപ്തിയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് രാവിലെ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരണം നൽകാൻ MV ഗോവിന്ദൻ നിർബന്ധിതനായത്. 24 തിരുവനന്തപുരം. അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായാണ് CPM സഹകരിച്ചത് എന്ന് LDF സ്ഥാനാർത്ഥി M സ്വരാജ് പറഞ്ഞു. RSSുമായി എപ്പോഴും യോജിക്കാവുന്ന അവസ്ഥയാണ് CPM-ന് എന്നായിരുന്നു UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രതികരണം. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ജനാധിപത്യ വിശ്വാസികൾ RSSുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജും പ്രതികരിച്ചു. ഇതവർ പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് മുൻപൊക്കെ. അപ്പോൾ ഇനിയും അത്തരം സഖ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ 100% ഉണ്ട്. ആ സാധ്യതകൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും 1977 ഒരുമിച്ച് വോട്ട് പിടിച്ചതല്ലേ അവർ ഒരുമിച്ച്, അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ജനതാ പാർട്ടി രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൽ വ്യത്യസ്ത ധാരകളിലുള്ളവരുണ്ടായിരുന്നു. ആ ജനതാ പാർട്ടിയുമായാണ് ഇടതുപക്ഷം സഹകരിച്ചത്. RSS ജനതാ പാർട്ടി പിടിമുറുക്കുന്നു എന്ന വിമർശനത്തിൻ്റെ കൂടി പശ്ചാത്തലം അങ്ങനെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് RSSന്റെ വോട്ട് മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഇടതുപക്ഷം സ്വീകരിക്കുമോ എന്ന ചോദ്യം ഉയർന്നു വന്നു. ആ ഘട്ടത്തിലാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രസ്താവന വരുന്നത്, RSS വോട്ട് ഞങ്ങൾക്ക് വേണ്ട. കാലങ്ങൾ എത്രയോ മാറി, സാഹചര്യങ്ങൾ മാറി. അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസുമായിട്ട് അവർ സഹകരിച്ചില്ലേ? അപ്പോൾ എന്താ പറയാൻ പറ്റത്തില്ല. ആര്യാടൻ മുഹമ്മദ് എങ്ങനെ ജയിച്ച ഇവിടെ? ആര്യാടൻ മുഹമ്മദ് ഇവിടെ ജയിച്ച് മന്ത്രിയായില്ലേ? അത് കോൺഗ്രസുമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി സഹകരിച്ചുകൊണ്ടല്ലേ? അതെന്താ അവർ കാണാത്തത്? അടിയന്തരാവസ്ഥയെ എതിർത്ത് ഇവിടുത്തെ എല്ലാ ജനാധിപത്യ ശക്തികളും ഒന്നിച്ചു. അക്കൂട്ടത്തിൽ CPM ഒന്നിച്ചു കാണും. പക്ഷേ അടിയന്തരാവസ്ഥ കാലത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ പ്രതികരിച്ചതും ജയിലിൽ പോയതും RSSും BJPയും അങ്ങനെയുള്ള. നിശബ്ദ പ്രചാരണത്തിന്റെ ദിവസവും വോട്ടുറപ്പിക്കാനുള്ള അവസാനവട്ട ഓട്ടപ്പാച്ചിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും. വോട്ടർമാർ കൂടുതലുള്ള മേഖലകളിലേക്ക് കോലാഹലങ്ങൾ ഒന്നുമില്ലാതെ സ്ഥാനാർത്ഥികൾ എത്തി വോട്ട് ചോദിക്കുകയാണ്. ഇടതു സ്ഥാനാർത്ഥി M സ്വരാജ് രാവിലെ പതിവ് പോലെ തന്നെ 7 മണിക്ക് മാധ്യമങ്ങളെ കണ്ട ശേഷം പര്യടനത്തിനിറങ്ങി. നഗരത്തിലെ ജിംനേഷ്യങ്ങളിലേക്കായിരുന്നു സ്ഥാനാർത്ഥി ആദ്യം എത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ തലേദിവസമാകുമ്പോൾ പരസ്യ പ്രചരണം ഇല്ലെന്നേ ഉള്ളൂ. പരസ്യ പ്രചരണം മൈക്ക് ഉപയോഗിച്ചുള്ള ശബ്ദായമാനമായ പ്രചരണം ഇല്ലെന്നേ ഉള്ളൂ. ആളുകളെ കാണുകയും സൗഹൃദം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണല്ലോ. ശേഷം നിലമ്പൂർ നഗരത്തിലെ കടകളിലും വോട്ടഭ്യർത്ഥിച്ചു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സംഘടനാ നേതാക്കളെയും കാണുന്ന തിരക്കിലേക്കും സ്ഥാനാർത്ഥി കടന്നു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്താകട്ടെ രാവിലെ മുണ്ടേരി ഫാം പരിസരത്താണ് ആദ്യമെത്തിയത്. തികഞ്ഞ വിജയപ്രതീക്ഷയെന്ന കൊട്ടിക്കലാശത്തിനു ശേഷം സ്ഥാനാർത്ഥി. നിലമ്പൂരിലെ ജനങ്ങൾ വളരെ കൃത്യമായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണത്. ഒരു ചരിത്ര ഭൂരിപക്ഷത്തിന് നിലമ്പൂരിൽ UDF ജയിക്കും. ആദിവാസി ഉന്നതികളിലും നഗരത്തിലെ കോളേജുകളിലും UDF സ്ഥാനാർത്ഥി എത്തി വോട്ടഭ്യർത്ഥിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ വേറിട്ട വഴികളിലൂടെ തന്നെയാണ് വോട്ട് തേടി നടക്കുന്നത്. അവസാന ദിനത്തിൽ സാമുദായിക നേതാക്കളെ നേരിൽ കണ്ട വോട്ട് ബാങ്ക് തന്റെ പെട്ടിയിലേക്ക് എത്തിക്കാനുള്ള പെടാപ്പാടിലാണ് PV അൻവർ. നിലമ്പൂരിലെ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവന്റെ പ്രശ്നമാണ് അവർക്കറിയാം. ഞാൻ പോരാടിയത് അവർക്ക് വേണ്ടിയാണ്. ഇന്ന് ഈ നടുറോട്ടിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. അത് അവിടുത്തെ പാവപ്പെട്ട സഖാക്കളും തൊഴിലാളികളും എന്താ പറയുക ജനങ്ങളും എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട്. BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് മോഹൻ ജോർജും മണ്ഡലത്തിലെ പ്രമുഖരെ കണ്ട നിശബ്ദ പ്രചരണ ദിവസത്തിലും സജീവമാണ്. ടീം 24 നിലമ്പൂർ. തെരുവുനായ ആക്രമണത്തിൽ പൊറുതിമുട്ടി കണ്ണൂർ നഗരം. 2 ദിവസത്തിനിടെ 72 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. തെരുവുനായ ആക്രമണം തടയാൻ കഴിയാത്തത് കോർപ്പറേഷന്റെ വീഴ്ചയാണ് എന്നാരോപിച്ച് LDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം തടയാൻ ജില്ലാ പഞ്ചായത്ത് പ്രഖ്യാപിച്ച എല്ലാ പദ്ധതികളും പാതി വഴിയിൽ ഉപേക്ഷിച്ചു എന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. രണ്ട് വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ ഇന്ന് 16 പേർ തെരുവുനായ ആക്രമണത്തിനിരയായി. സ്റ്റേറ്റ് ബാങ്ക് പരിസരം, റെയിൽവേ സ്റ്റേഷൻ, പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായത്. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. കൊച്ചിന് ഒരു ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. അവിടെ ഞങ്ങൾ ഓപ്പോസിറ്റായിട്ട് നടന്നു പോകുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വന്ന് പട്ടി സൈലൻ്റായിട്ട് വന്ന് കടിക്കുക ചെയ്ത്. A1 ഹോട്ടലിൻ്റെ ഫുട്പാത്തിൽ നിന്നൊരു നായി വരുന്നുണ്ട്. അപ്പം എന്നെക്കുള്ള വന്നു. അപ്പോൾ ഞാൻ കുടയുണ്ടായിരുന്നു, കുടേനെ കൊണ്ട് അടിച്ചു. പക്ഷേ നായി വിട്ടില്ല, കടിച്ചു. ഞാൻ താഴെ പോന്നു. ഇന്നലെ മുതൽ കടിക്കുന്നുണ്ട്. എന്നിട്ട് ഇതുവരെ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇവർ സ്വീകരിച്ചില്ല. ഇവരിത് നായ്ക്കാവുന്ന വില കൂടുതൽ, മനുഷ്യനാവുന്ന വില കൂടുതൽ എന്നുള്ളത് ഇവരൊന്നും തീരുമാനിക്കട്ടെ. തെരുവുനായയുടെ കടിയേറ്റവരെല്ലാം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി.
പിന്നാലെ അലഞ്ഞു നടക്കുന്ന നായകളെ പിടികൂടാൻ ജില്ലാ പഞ്ചായത്ത് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെ ABC കേന്ദ്രങ്ങൾ പൂട്ടിയതാണ് തെരുവ് നായ്ക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമെന്നാണ് കോർപ്പറേഷന്റെ ആരോപണം. അക്രമകാരികളെന്ന് സംശയിക്കുന്ന 3 നായ്ക്കളെ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ചത്ത നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിനിടെ തെരുവ് നായ ശല്യം നിയന്ത്രിക്കാൻ കോർപ്പറേഷൻ നടപടിയെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് LDF പ്രവർത്തകർ കൗൺസിൽ യോഗത്തിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. അനത് ഫണ്ടില്ലേ, ഓൺ ഫണ്ടില്ലേ കോർപ്പറേഷന്? ജനങ്ങളുടെ നികുതി പണമല്ലേ അതിനകത്തുള്ളത്? ഈ കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഭരണം? കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും പരസ്പരം പഴിചാരുമ്പോഴും നായപ്പേടിയിൽ വിറച്ചു നിൽക്കുകയാണ് കണ്ണൂർ നഗരം. അരുൺ പൂപ്പറമ്പ, 24 കണ്ണൂർ. സാഹസിക ദൗത്യത്തിനിടെ മലയാളി പർവ്വതാരോഹകൻ ഷെയ്ഖ് ഹസൻ ഖാൻ അമേരിക്കയിലെ ഡമനാലി പർവ്വതത്തിൽ കുടുങ്ങി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിച്ച് പതാക നാട്ടാനുള്ള ദൗത്യത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ കുടുങ്ങിയത്. ഭക്ഷണവും വെള്ളവും ഇല്ലാത്ത ക്യാമ്പിൽ രക്ഷാദൗത്യം ദുഷ്കരമാണെന്ന് ഷെയ്ഖ് ഹസൻ ഖാൻ സാറ്റലൈറ്റ് ഫോൺ വഴി 24നോട് പറഞ്ഞു. എവറസ്റ്റ് കീഴടക്കി ചരിത്രത്തിലിടം പിടിച്ച മലയാളി പർവ്വതാരോഹകനാണ് ഷെയ്ഖ് ഹസൻ ഖാൻ. അമേരിക്കയിലെ ഡമനാലിയിൽ ഇന്ത്യൻ പതാക നാട്ടാനുള്ള ശ്രമത്തിനിടെയാണ് ഷെയ്ഖ് ഹസൻ ഖാൻ കുടുങ്ങിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ത്യൻ സൈന്യത്തെ അഭിനന്ദിക്കാനുള്ള ദൗത്യത്തിനിടെയായിരുന്നു കൊടുങ്കാറ്റിൽപ്പെട്ടത്. അമേരിക്കയിലെ ഏറ്റവും വലിയ പർവ്വതത്തിന് 17,000 അടി മുകളിലുള്ള ബേസ് ക്യാമ്പിലാണ് ഷെയ്ഖ് ഹസനും ഒപ്പമുണ്ടായിരുന്ന അമേരിക്കൻ പൗരനും ഇപ്പോൾ. സാധാരണമായി ഇത്തരത്തിലുള്ള കൊടുങ്കാറ്റ് മൗണ്ട് ഡമനാലിയിൽ ഉണ്ടാകാറില്ല. ഭക്ഷണവും വെള്ളവുമില്ലാത്ത ക്യാമ്പിൽ രക്ഷാദൗത്യം ദുഷ്കരമാണെന്ന് ഷെയ്ഖ് ഹസൻ ഖാൻ 24നോട് പറഞ്ഞു. സാറ്റലൈറ്റ് ഫോൺ വഴിയാണ് ഹസൻ 24മായി ബന്ധപ്പെട്ടത്. ലോകത്തിലെ പ്രശസ്തമായ 6 കൊടുമുടികൾ കീഴടക്കിയ ഷെയ്ഖ് ഹസൻ ഖാൻ ധനകാര്യ വകുപ്പിൽ സെക്ഷൻ ഓഫീസറാണ്. 24 USA. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ആക്സിയം 4 ദൗത്യം വീണ്ടും മാറ്റി ഞായറാഴ്ചയിലേക്കാണ് ദൗത്യം മാറ്റിയത്. ഇന്ത്യൻ ബഹിരാകാശ യാത്രികൻ ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ദൗത്യം ഇത് 5ാം തവണയാണ് മാറ്റിവെക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അറ്റകുറ്റപ്പണികൾക്ക് ശേഷമുള്ള സുരക്ഷാ പരിശോധനകൾക്കായാണ് സമയം നീട്ടിയത്. നേരത്തെ പ്രതികൂല കാലാവസ്ഥ മൂലവും റോക്കറ്റിലെ ലിക്വിഡ് ഓക്സിജൻ ചോർച്ച മൂലവുമാണ് യാത്ര നീട്ടിവെച്ചത്. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നുമാണ് വിക്ഷേപണം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ദേശീയപാത ടോളുകളിൽ വാർഷികാടിസ്ഥാനത്തിൽ ഫാസ്ടാഗ് പാസുകൾ നടപ്പാക്കുന്നു. ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ വാർഷിക ഫാസ്ടാഗുകൾ പ്രാബല്യത്തിൽ വരും. അജീഷ് ജയകുമാർ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അജീഷ്, പുതിയ പരിഷ്കാരത്തിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ് നമ്മൾ എന്ന് വെച്ചാൽ യാത്രക്കാർ ഈ സജ്ജരാകേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? വിജയകുമാർ, ഇപ്പോൾ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രിയാണ് ഈ പുതിയ തീരുമാനത്തെക്കുറിച്ച് അറിയിച്ചിട്ടുള്ളത്. ഇത് ഓഗസ്റ്റ് 15 മുതലാണ് പുതിയ തീരുമാനം ഈ പ്രാബല്യത്തിൽ വരിക. അതായത് വാർഷിക പാസ്, ഒരാൾക്ക് ഒരു വാഹനം ഉപയോഗിക്കുന്ന ആൾക്ക് വാർഷിക പാസ് ഇനി മുതൽ വാങ്ങിക്കാം. അതിന് 3000 രൂപയായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഇതുവഴി ടോൾ നൽകാതെ തന്നെ ഈ ദേശീയപാതയിലൂടെ യാത്ര ചെയ്യാനാകും. ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. മാത്രമല്ല, ഈ ടോൾ പ്ലാസകളിൽ ഉണ്ടാകുന്ന തർക്കവും ഒപ്പം തന്നെ തിരക്കും ഇതുവഴി കുറയ്ക്കാനാകുമെന്നാണ് ഗതാഗത മന്ത്രാലയം പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 15 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക. ഒരു വർഷമോ 200 യാത്രകളോ ഇതായിരിക്കും ഇതിൻ്റെ ഒരു കാലാവധി. 200 യാത്രകൾ വരെ ഈ 3000 രൂപയുടെ പാസ് എടുത്തു കഴിഞ്ഞാൽ അത് സൗജന്യമായി തന്നെ യാത്ര ചെയ്യാനാകും. എന്തായാലും വിപ്ലവകരമായ തീരുമാനമെന്നാണ് ഉപരിതല ഗതാഗത മന്ത്രാലയം ഇതിനെ പറയുന്നത്. എന്തായാലും ഈ വർഷം ഓഗസ്റ്റ് മുതലായിരിക്കും ഈ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരിക. യെസ്, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ വർഷം ഓഗസ്റ്റ് 15 മുതൽ ഈ വാർഷിക ഫാസ്ടാഗുകൾ പ്രാബല്യത്തിൽ വരുമെന്ന് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട വിവരം, ഈ മിൽമയുടെ ഡിസൈൻ അനുകരിച്ച ഒരു സ്വകാര്യ ഡയറി കമ്പനിക്ക് 1 കോടി രൂപ പിഴ ചുമത്തി എന്നൊരു വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മിൽന എന്നാണ് ആ കമ്പനിയുടെ. മിൽന എന്ന സ്വകാര്യ ഡയറിക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയാണ് ഈ വലിയ പിഴ ചുമത്തിയത്. 6% പിഴ പലിശ അടയ്ക്കണമെന്ന് കോടതി ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. മിൽമ നൽകിയ പരാതിയിലാണ് ഈ സ്വകാര്യ ഡയറി കമ്പനിക്കെതിരെ 1 കോടി രൂപ പിഴ ചുമത്തിയത് എന്ന വിവരം ഇപ്പോൾ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള DNA പരിശോധനാ നടപടികൾ നാളെയോടെ പൂർത്തിയാകും. ഇതുവരെ 150 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. 150 പേരുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രക്കാരൻ വിശ്വാസ് കുമാർ രമേശ് ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ 274 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക കണക്ക്. 100ഓളം പേരുടെ മൃതദേഹമാണ് ഇനിയും തിരിച്ചറിയാനുള്ളത്. കേരളത്തിൽ നിന്നുള്ള രഞ്ജിതയുടെ അടക്കം മൃതദേഹങ്ങൾ ഇതിലുണ്ട്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബിലാണ് പരിശോധന പുരോഗമിക്കുന്നത്. സാമ്പിളുകൾ മൃതദേഹങ്ങളിൽ നിന്ന് ശേഖരിക്കുന്നതിൽ വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ 5 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. അഹമ്മദാബാദിലെ സ്വകാര്യ ഹോട്ടലിലേക്കാണ് പോലീസ് നിർദ്ദേശപ്രകാരം മാറിയത്. തൽക്കാലം സന്ദർശകരെ അനുവദിക്കില്ല. അപകടത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന വിവിധ അന്വേഷണ സംഘങ്ങൾ ഇന്നും ദുരന്തഭൂമിയിൽ പരിശോധന നടത്തി. ഇന്നലെയും 2 ശരീരഭാഗങ്ങൾ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. 24 അഹമ്മദാബാദ്. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടുണ്ട്. നാളെ 7 ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത്. കടലാക്രമണത്തിൽ ദുരിതമൊഴിയാതെ കൊച്ചി കണ്ണമാലി തീരവാസികൾ. കടൽവെള്ളം ഇറങ്ങിയെങ്കിലും വീടുകളിൽ ചെളിയും മണ്ണും അടിഞ്ഞു കിടക്കുകയാണ്. ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് പ്രദേശവാസികൾ ഇന്നും ചെല്ലാനം റോഡ് ഉപരോധിച്ചു. കോരിക്കളയുന്ന ചെളി അടുത്ത കടലുകയറ്റത്തിൽ വീണ്ടും വീടിനകത്തെത്തും. കണ്ണമാലിക്കാർ ഈ ദുരിതമനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇത്തവണയും ഒരു മാറ്റവുമില്ല. എല്ലാ വീട്ടിലും വെള്ളം ലോഡായി ഇറക്കണം, മുങ്ങിക്കിടക്കണം. ഇന്നലെ 12 മണിയായിട്ടും വെള്ളം നിന്നിട്ടില്ല. വീട് മുങ്ങിക്കിടക്കണേ സാർ, മൊത്തം മുങ്ങിക്കിട. രാത്രി 12 മണിയപ്പോൾ തുടച്ച ആൾക്കാരൊന്നും കിടക്കണ്ടേ, ചെറിയ പിള്ളേരെ നാട്ടിൽ. 20ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. 600 വീടുകളിൽ വെള്ളം കയറി. ഭക്ഷണം പാകം ചെയ്യാൻ, പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥ. പരാതി പറഞ്ഞു മടുത്തതോടെയാണ് റോഡ് ഉപരോധിക്കാൻ തെരുവിലേക്ക് ഇറങ്ങിയത്. രാഷ്ട്രീയക്കാരും നോക്കണം, ഞങ്ങൾ വോട്ടം മേടിച്ചവർ പോകണവർ. ഒരു MP ഉണ്ട്, ഒരു MLA ഉണ്ട്, ഒരാളിങ്ങനെ തിരിഞ്ഞു നോക്കണില്ല. റോഡ് ഉപരോധം 6 മണിക്കൂർ നീണ്ടു. ഒടുവിൽ കണ്ണമാലി CIയും പള്ളി വികാരിയും ഇടപെട്ട് റോഡ് ഉപരോധം അവസാനിപ്പിച്ചു. കണ്ണമാലിയിൽ ടെട്രോപോഡ് വേണമെന്ന ആവശ്യവുമായി വെള്ളിയാഴ്ച തോപ്പുംപടിയിൽ വൈദികർ ഉപവസിക്കും. ജൂലൈ 3-ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും. 24 കൊച്ചി. കാസർഗോഡ് മാലിക് ദിനാറിൽ കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. ബംഗളൂരു നോർത്ത് സ്വദേശി ഫൈസാനാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. തീർത്ഥാടനത്തിനെത്തിയ മംഗളൂരു സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകും. കാസർഗോഡ് അരുൺ, എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? വിജയകുമാർ, മാലിക് ദിനാർ പള്ളിയിൽ സിയാറത്തിനായി എത്തിയതായിരുന്നു ഈ കുടുംബം. ബാംഗ്ലൂരു സ്വദേശികളാണ്. അവർ ഇന്ന് 11 മണിയോടുകൂടി കുളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങി. ആ സമയത്താണ് ഈ അപകടമുണ്ടാകുന്നത്. ആദ്യം ഈ മരിച്ച ഫൈസാന്റെ സഹോദരൻ സക്ലീൻ കുളിക്കുന്നതിനിടെ കുളത്തിലേക്ക് കാൽ തന്നെ വീഴുകയായിരുന്നു. സക്ലീനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഫൈസാനും കുളത്തിലേക്ക് ചാടിയത്. തുടർന്ന് ഫൈസാനെയും ഈ സക്ലീനെയും കുളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമ്പോഴേക്കും ഫൈസാന്റെ മരണം സ്ഥിരീകരിച്ചു. ബാംഗ്ലൂരു DJ ഹള്ളി സ്വദേശി മുജാഹിദീൻ്റെ മകനാണ്. 22 വയസ്സാണ് മരിച്ച ഫൈസാനുള്ളത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഫൈസാൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇന്ന് 11 മണിയോടുകൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ അപകടം കണ്ടുനിന്ന ആളുകൾ തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി. തുടർന്ന് ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തെത്തി. പക്ഷേ അപ്പോഴേക്കും യുവാവിൻ്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. എന്തായാലും ദാരുണമായ സംഭവമാണ്. ഈ കുളത്തിൽ 2 വർഷത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നു എന്ന് ഈ പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് തുടർച്ചയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത്? അപകട സാധ്യതയുള്ള കുളമാണോ എന്ന കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. വിജയകുമാർ. യെസ്, അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ് നിന്ന്. കൊച്ചി തീരത്തിന് സമീപം അറബിക്കടലിൽ MSC എൽസ 3 ചരക്ക് കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് MSC കമ്പനിയുടെ പോളോ എന്ന കപ്പൽ തടഞ്ഞു വെക്കാൻ ഹൈക്കോടതി. MSC ഷിപ്പിംഗ് കമ്പനിക്കെതിരെ 73 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സാൻസ് കാഷ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇടപെടൽ. അതേസമയം വാൻഹായ് കപ്പൽ തീപിടിച്ചതിൽ ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് അന്വേഷണം തുടങ്ങി. മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ തങ്ങളുടെ ഒരു കണ്ടെയ്നർ ഉണ്ടായിരുന്നു.
കപ്പൽ മുങ്ങിയതോടെ 73.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചെന്ന് ചൂണ്ടിക്കാണിച്ചാണ് സാൻഡ്സ് കാഷ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് ഹൈക്കോടതിയെ സമീപിച്ചത്. പണം കെട്ടിവെക്കാതെ കപ്പലിന് യാത്ര തുടരാനാവില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തു. ഇതോടെ MSC പോളോ എന്ന കപ്പൽ തടഞ്ഞുവെക്കാൻ വിഴിഞ്ഞം പോർട്ടിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകി. MSC എൽസ കപ്പൽ മുങ്ങിയതിന് പിന്നാലെ രണ്ടാം തവണയാണ് അവരുടെ കപ്പൽ തടഞ്ഞുവെക്കാൻ ഹൈക്കോടതി ഉത്തരവിടുന്നത്. പണം ഇന്നു തന്നെ കെട്ടിവെക്കാമെന്നാണ് കപ്പൽ കമ്പനിയുടെ നിലപാട്. ഒപ്പം ഇനിയുള്ള ഹർജികളിൽ തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണമെന്ന് ചൂണ്ടിക്കാട്ടി MSC ഹൈക്കോടതിയിൽ കവിയറ്റ് നൽകിയിട്ടുണ്ട്. സിംഗപ്പൂർ കപ്പലായ വാൻഹായ് തീപിടിച്ചതിൽ കേസെടുത്ത ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മംഗലാപുരത്ത് പോയി കപ്പലിൽ ഉണ്ടായിരുന്നവരുടെ മൊഴിയെടുക്കുമെന്ന് കോസ്റ്റൽ AIG പത്തം സിംഗ്. പെറ്റീഷണർ ഒരു കംപ്ലൈൻറ്റ് പരാതി പ്രകാരമാണ് കേസ് എടുത്തിട്ടുണ്ട്. ക്രൂവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ള ഏജൻസികളുടെ ഇൻവോൾവ് ആയിട്ടുള്ള ഓഫീസർമാരുടെ റെസ്ക്യൂ ഓപ്പറേഷനിൽ ബന്ധപ്പെട്ട ഓഫീസർമാരുടെ എല്ലാവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. കേരളത്തിലെ കപ്പൽ അപകടങ്ങളിലുമായി ബന്ധപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി നാളെ വീണ്ടും പരിഗണിക്കും. ഇതുവരെ സ്വീകരിച്ച നടപടികൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. മിൽമയുടെ ഡിസൈൻ അനുകരിച്ച സ്വകാര്യ ഡയറിക്ക് 1 കോടി രൂപ പിഴ ചുമത്തി കോടതി. മിൽന എന്ന സ്വകാര്യ ഡയറിക്കെതിരെയാണ് നടപടി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്ഷ്യൽ കോടതിയുടേതാണ് ഈ ഉത്തരവ്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, വലിയ ഒരു സംഖ്യ 1 കോടി രൂപ പിഴ ചുമത്തുന്നു എന്നത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നതല്ല. എന്തായിരുന്നു മിൽമ ആവശ്യപ്പെട്ടത്? ഹർജിയിലെ ആവശ്യം പൂർണ്ണമായും അംഗീകരിച്ചിട്ടുണ്ടോ ഇവിടെ? വിജയകുമാർ, നിത്യജീവിതത്തിൽ മലയാളി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് മിൽമ എന്ന് പറയപ്പെടുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ മിൽമയെ അനുകരിച്ച ഒരു സ്വകാര്യ ഡയറി ആയിട്ടുള്ള മിൽന അവരുടെ ലോഗോ അടക്കമുള്ള കാര്യങ്ങൾ അനുകരിച്ച് പ്രൊഡക്റ്റ് നിരത്തിലിറക്കുന്നു എന്നുള്ളത് മിൽമയുടെ ഒരു പരാതിയായിരുന്നു. ആ പരാതിയുമായിട്ടാണ് മിൽമ ഔദ്യോഗികമായി തന്നെ കോടതിയെ സമീപിച്ചത്. ആ കോടതിയെ സമീപിച്ച ഹർജിയിലാണ് ഇപ്പോൾ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. 1 കോടി രൂപ മിൽന എന്ന് പറയപ്പെടുന്ന മിൽമയെ അനുകരിച്ച സ്വകാര്യ ഡയറി പിഴയായി ഒടുക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതിയുടെ ഇപ്പോഴത്തെ ഉത്തരവെന്ന് പറയുന്നത്. മാത്രവുമല്ല, ഈ പിഴത്തുകയായി 1 കോടി കൂടാതെ അധികമായി ഈ പിഴ പലിശയും ഒടുക്കണം എന്നുള്ളതും കോടതി ഇപ്പോൾ ഉത്തരവായി പറഞ്ഞിരിക്കുന്നു. 8,18,410 രൂപ അത് പിഴ പലിശയായി ഒടുക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. ഈ തുക എത്രയും പെട്ടെന്ന് തന്നെ, അതായത് 1,18,18,410 രൂപ എത്രയും വേഗം ഒടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി തിരുവനന്തപുരം പ്രിൻസിപ്പൽ കൊമേഴ്സ്യൽ കോടതി ഇപ്പോൾ ഉത്തരവായി ഇറക്കിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട മിൽമ നടത്തിയ നിയമ പോരാട്ടങ്ങളുടെ വിജയമായി കൂടി മിൽമ ഇതിനെ വിലയിരുത്തുന്നുണ്ട്. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ ബ്രിട്ടീഷ് യുദ്ധവിമാനത്തിന്റെ മടക്കയാത്ര വൈകും. വിമാനത്തിലെ ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാർ ഇതുവരെയും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. യുദ്ധവിമാനം F-35 സുരക്ഷ CISF ഏറ്റെടുത്തു. ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ പ്രിൻസ് ഓഫ് വെയിലിൽ നിന്നും പറന്നുയർന്ന യുദ്ധവിമാനം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 9:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ഇന്ധനം തീർന്നതിനെ തുടർന്നാണ് വിമാനം ഇറക്കിയതെങ്കിലും പിന്നീട് സാങ്കേതിക തകരാർ കണ്ടെത്തിയതോടെ വിമാനത്താവളത്തിൽ തുടരുകയായിരുന്നു. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിലുള്ള തകരാർ പരിഹരിക്കാൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് 3 എഞ്ചിനീയർമാരും പൈലറ്റും ഞായറാഴ്ച എത്തിയിരുന്നു. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റ് തിരികെ വിമാനവാഹിനി കപ്പലിലേക്ക് മടങ്ങി. ഇന്നലെ വൈകിട്ടോടെ തകരാർ പരിഹരിക്കാമെന്ന് കണക്കുകൂട്ടിയെങ്കിലും പൂർണ്ണമായും സാങ്കേതിക തകരാർ പരിഹരിക്കാനായില്ല. പ്രശ്നപരിഹാരത്തിന് ശേഷം വിമാനം തിരികെ പോകുമെന്നാണ് പ്രതീക്ഷ. CISF-നാണ് വിമാനത്തിന്റെ സുരക്ഷാ ചുമതല. ലോകത്തെ ഏറ്റവും വിലയേറിയതും അത്യാധുനിക സംവിധാനങ്ങളുള്ളതുമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് F-35. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. ഡൽഹിയിലെ ജുവനൈൽ ഹോമിൽ ഒരു ആൺകുട്ടിയെ തല്ലിക്കൊന്നു. കുളിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് കൊലപാതകമെന്നാണ് പ്രാഥമിക വിവരം. മജ്നു-കാഡില ജുവനൈൽ ഹോമിലാണ് ഈ സംഭവം. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. അജീഷ്, അതിദാരുണമായ, അല്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ പേടി തോന്നുന്ന ഒരു സംഭവം. ഒരു ജുവനൈൽ ഹോമിൽ അവിടുത്തെ ഒരു അന്തേവാസിയെ തല്ലിക്കൊല്ലുക, അതും കുളിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന്. എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്?
വിജയകുമാർ, ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഡൽഹിയിലെ മജുനക്ക ടിലയിലുള്ള അവിടുത്തെ ജുവനൈൽ ഹോമിലായിരുന്നു ഈ സംഭവം. അവിടെ രാവിലെ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കമുണ്ടാവുകയായിരുന്നു. അതിനെ തുടർന്ന് ഈ കൂട്ടം ചേർന്ന് ഈ കുട്ടിയെ കൂടെ ഉണ്ടായിരുന്നവർ മർദ്ദിക്കുകയായിരുന്നു. അങ്ങനെ മർദ്ദനത്തിലാണ് ഈ കുട്ടി കൊല്ലപ്പെട്ടത്. ഉടൻ തന്നെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഈ മൃതദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. എന്തായാലും അവിടെ ഈ കൂടെ ഉണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുകയാണ്. ഇപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയതും ഈ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് എത്തിയതെന്നുള്ളത്. എന്തായാലും ആരെയും നിലവിൽ ഇതുവരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. എല്ലാവരും പ്രായപൂർത്തിയാകാത്തവരാണ്, ജുവനൈൽ ഹോമിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഗൗരവതരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. പോലീസ് ഇപ്പോൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്. കൊല്ലം കടക്കൽ മടത്തറ റൂട്ടിൽ വീണ്ടും അപകടം. ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് ഗുരുതര പരിക്കേറ്റു. കടക്കൽ ചായ്ക്കോട് സ്വദേശി ചന്തു, ആറ്റുപുറം സ്വദേശി ഷിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും. സുജിത്ത്, ഇവരുടെ പരിക്ക് ഗുരുതരമാണോ? ഇതൊരു സ്ഥിരം അപകട മേഖലയായി മാറുകയാണോ? വിജയകുമാർ, മണിക്കൂറുകൾക്ക് മുമ്പാണ് കടക്കൽ പാങ്ങലുകാട് അമ്പാടിമുക്കിൽ വെച്ച ടോറസ് ലോറിക്ക് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ബൈക്കിലെത്തിയ യുവാക്കൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു ഓട്ടോറിക്ഷയുമായി തട്ടി ഈ ലോറിക്കടിയിലേക്ക് വന്നത്. ഈ ലോറി ഇവരെ വലിച്ചുകൊണ്ട് മീറ്ററുകളോളം പോവുകയും ചെയ്തു. ഇതിൽ ഷിബിൻ എന്ന് പറയുന്ന ആളുടെ കാലിലൂടെ ലോറി കയറി ഇറങ്ങുകയും ചെയ്തു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണ്. ആദ്യം കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയ ശേഷം ഇപ്പോൾ ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഈ മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ അപകട സൂചനാ ബോർഡുകൾ അടക്കം സ്ഥാപിക്കണമെന്നുള്ള ആവശ്യമാണ് കാലങ്ങളായി ഉയരുന്നത്. എന്തായാലും 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്ന വലിയ അപകടമാണ് ഇപ്പോൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വിജയകുമാർ. സുജിത് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട മെഴുവേലിയിലെ നവജാത ശിശുവിന്റെ മരണത്തിൽ അമ്മയായ 21-കാരിയുടെ മൊഴികളിൽ അവ്യക്തത. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം പെൺകുട്ടിയെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് ആലോചിക്കുന്നത്. ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടെത്തിയ പെൺകുട്ടി പ്രസവ വിവരം ആദ്യം മറച്ചുവെച്ചെന്ന് ചെങ്ങന്നൂർ ആശുപത്രിയിലെ ഡോക്ടർ ലക്ഷ്മി പറഞ്ഞു. ഗർഭിണിയായ വിവരവും പ്രസവിച്ച വിവരവും വീട്ടുകാർക്ക് അറിയില്ല എന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കുഞ്ഞു ജനിച്ച ശേഷം വായ പൊത്തിപ്പിടിച്ചു അടുത്തുള്ള ശുചിമുറിയിൽ കൊണ്ടുപോയി, പിന്നീട് തൊട്ടടുത്ത പറമ്പിൽ ഉപേക്ഷിച്ചതായും പെൺകുട്ടിയുടെ മൊഴിയിൽ പറയുന്നു. പെൺകുട്ടി ആന്തരിക രക്തസ്രാവവുമായി ബന്ധപ്പെട്ടാണ് ചികിത്സ തേടിയത്. പ്രസവ വിവരം മറച്ചുവെച്ചെന്നും ചെങ്ങന്നൂരിൽ ചികിത്സിച്ച ഡോക്ടർ. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും ഈ കുട്ടി പറയുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ ബ്ലീഡിംഗ് ആണ്, അല്ലാതെ വേറെ ഒന്നും ഇല്ല എന്നാണ്. നിരന്തരമായി ചോദിച്ചിട്ടും കുട്ടി എവിടെയാണെന്നോ കുട്ടി എന്ത് ചെയ്തെന്നോ പറയുന്നുണ്ടായിരുന്നില്ല. ജീവനോടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കുട്ടിയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് പിന്നെയും ചോദിച്ചുകൊണ്ടിരുന്നത്. പ്രീത സിസ്റ്ററിനോടാണ് കുട്ടി വളരെ രഹസ്യമായി പറയുന്നത് കുഞ്ഞിനെ തൊട്ടടുത്തുള്ള പറമ്പില് മതിലിനോട് ചേർത്ത് പൊതിഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. പെൺകുട്ടിയുടെ മൊഴിയിൽ പൊരുത്തക്കേടുകളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. പെൺകുട്ടി കുഞ്ഞിന് ജന്മം നൽകിയ വിവരം വീട്ടുകാർക്ക് അറിയാമെന്നാണ് പോലീസിന്റെ നിഗമനം. നവജാത ശിശുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കാനാണ് ഇലവുംതിട്ട പോലീസിന്റെ തീരുമാനം. കുട്ടിയുടെ മരണം സ്വാഭാവികമല്ലെങ്കിൽ അമ്മയ്ക്കെതിരെയും കൊലക്കുറ്റം ചുമത്തും. പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആൺ സുഹൃത്തിനെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനും പോലീസ് ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് മെഴുവേലിയിൽ നവജാത ശിശുവിനെ പോലീസ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 24 പത്തനംതിട്ട. മലപ്പുറം തിരൂരിൽ 9 മാസം പ്രായമായ കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് പോലീസ്. സംഭവത്തിൽ കൂടുതൽ പേർ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം. കുഞ്ഞിനെ വിറ്റുകിട്ടിയ പണം അമ്മയുടെ പക്കൽ നിന്ന് പോലീസ് കണ്ടെത്തി. അറസ്റ്റിലായ അമ്മ കീർത്തന, രണ്ടാനച്ഛൻ ശിവ, കുഞ്ഞിനെ വാങ്ങിയ ആദിലക്ഷ്മി എന്നിവർ എങ്ങനെയാണ് ഇടനിലക്കാരായ ഷെന്തിൽകുമാർ, പ്രേമലത എന്നിവരിലേക്ക് എത്തിയത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. കൂടുതൽ പേർ ഇടനിലക്കാരായി പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. റിമാൻഡിലായ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം. കുഞ്ഞിനെ വിറ്റ് കിട്ടിയ പണം പോലീസ് അമ്മ കീർത്തനയിൽ നിന്ന് കണ്ടെത്തി. 1.5 ലക്ഷം രൂപയാണ് പോലീസിന് ലഭിച്ചത്. ഇന്നലെയാണ് കുഞ്ഞിനെ വിറ്റ സംഭവത്തിൽ അമ്മയും രണ്ടാനച്ഛനും ഉൾപ്പെടെ 5 പേർ അറസ്റ്റിലായത്. കുഞ്ഞിനെ തിരൂർ പോലീസ് രക്ഷപ്പെടുത്തി
CWCയുടെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. 24 തിരൂർ. തുടർച്ചയായ 4ാമത്തെ ദിവസവും രാജ്യത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവ്. നിലവിൽ രാജ്യത്ത് 6483 ആക്റ്റീവ് കേസുകളാണുള്ളത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ 353 കേസുകൾ കുറഞ്ഞു. കേരളത്തിലും കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടായി. നിലവിൽ 1384 പേരാണ് കേരളത്തിൽ ചികിത്സയിലുള്ളത്. 24 മണിക്കൂറിനിടെ കേരളത്തിലെ ഒരാൾ ഉൾപ്പെടെ 4 പേർ രോഗം ബാധിച്ചു മരിച്ചു. നടനും നിർമ്മാതാവുമായ ആര്യയുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ ആദായനികുതി വകുപ്പിന്റെ റെയ്ഡ്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റുകളിലും ഓഫീസുകളിലുമാണ് പരിശോധന. കൊച്ചിയിൽ നിന്നുള്ള ആദായനികുതി വകുപ്പ് സംഘമാണ് റെയ്ഡ് നടത്തുന്നത്. ആര്യയുടെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ട നികുതി തട്ടിപ്പ് കേസിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. ഇന്ന് പുലർച്ചെയോടെ കേരളത്തിൽ നിന്നുള്ള ആദായനികുതി വകുപ്പ് സംഘം ചെന്നൈയിലെത്തി. 8 സംഘങ്ങളായി 5 ഇടങ്ങളിലായാണ് പരിശോധന. അണ്ണാനഗർ, വേലാച്ചേരി, ദുരൈപ്പാക്കം, കോട്ടിവാക്കം, കിൽപോക്ക് എന്നിവിടങ്ങളിലെ റെസ്റ്റോറൻറ്റുകളിലും ഓഫീസുകളിലും ചില സഹ ഉടമകളുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിലും കേരളത്തിലുമായി നിരവധി ബ്രാഞ്ചുകളാണ് സീഷൽസ് റെസ്റ്റോറൻറ്റിനുള്ളത്. ദുബായ് കേന്ദ്രമാക്കിയുള്ള ഒരു കമ്പനിക്കാണ് റെസ്റ്റോറൻറ്റിൻ്റെ നടത്തിപ്പ് ചുമതല. ഈ കമ്പനി വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായും സൂചനയുണ്ട്. സംഭവത്തെക്കുറിച്ച് ആര്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 ചെന്നൈ. അർജന്റീനൻ നായകൻ ലിയോണൽ മെസ്സി ഡിസംബറിൽ ഇന്ത്യയിലെത്തിയേക്കുമെന്ന റിപ്പോർട്ടുകൾ. സെലിബ്രിറ്റി സെവൻസ് ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമാകാനാണ് മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നത്. അർജന്റീൻ ടീമിന്റെ കേരള സന്ദർശനത്തിൽ അനിശ്ചിതത്വങ്ങൾ തുടരുകയാണ്. ലിയോണൽ മെസ്സി മറ്റു ചില പരിപാടികളുടെ ഭാഗമായി ഇന്ത്യയിലെത്തുമെന്ന റിപ്പോർട്ടുകൾ. ഡിസംബർ 13 മുതൽ 15 വരെ കൊൽക്കത്ത, മുംബൈ, ഡൽഹി എന്നീ 3 നഗരങ്ങളിലെ വിവിധ പരിപാടികളിൽ മെസ്സി പങ്കെടുക്കുമെന്നാണ് വിവരം. കൊൽക്കത്ത ഈഡൻ ഗാർഡൻ സ്റ്റേഡിയത്തിൽ നടക്കുന്ന വമ്പൻ ചടങ്ങിൽ ബംഗാൾ സർക്കാർ ലിയോണൽ മെസ്സിയെ ആദരിക്കുമെന്ന റിപ്പോർട്ടുകൾ. കൊൽക്കത്തയിൽ കുട്ടികൾക്കുള്ള വർക്ക്ഷോപ്പിന്റെ ഭാഗമാകുന്ന മെസ്സി ഫുട്ബോൾ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യുകയും സെലിബ്രിറ്റി സെവൻസ് ഫുട്ബോൾ മത്സരത്തിന് അതിഥിയുമായി എത്തും. 2ാം ദിനം ഡൽഹിയിൽ മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുകയും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയമോ അല്ലെങ്കിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമോ സന്ദർശിക്കുന്ന തരത്തിലാണ് പരിപാടികൾ. 3ാം ദിനം മുംബൈയിൽ മെസ്സിയും ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും പങ്കെടുക്കുന്ന പരിപാടിയുണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട്. 2011 വെനിസ്വേലയ്ക്കെതിരായ സൗഹൃദ മത്സരത്തിൽ കളിക്കാനാണ് മെസ്സിയും അർജന്റീന ടീമും ഇതിനു മുമ്പ് ഇന്ത്യയിലെത്തിയത്. അതേസമയം മെസ്സിയും ടീമും ഒക്ടോബറിൽ കേരളത്തിലെത്തുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാനും സ്പോൺസർമാരും ആവർത്തിക്കുന്നുണ്ടെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. സ്പോർട്സ് ഡെസ്ക് 24. ഫിഫ ക്ലബ് ലോകകപ്പിൽ വമ്പന്മാർ എന്ന കളത്തിൽ. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും കരുത്തരായ റയൽ മാഡ്രിഡും ഗ്രൂപ്പിലെ ആദ്യ മത്സരത്തിന് ഇന്നിറങ്ങും. 5 തവണ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ ഫിഫ ക്ലബ്ബ് ലോകകപ്പുകൾ എന്ന റെക്കോർഡ്. പുതിയ ഫോർമാറ്റിലെത്തുന്ന ക്ലബ്ബ് ലോകകപ്പ് നേടുന്ന ആദ്യ ടീമെന്ന ആർക്കും മാറ്റിയെഴുതാനാവാത്ത റെക്കോർഡും സ്വന്തമാക്കാൻ 2ഉം കൽപ്പിച്ചാണ് ലോസ് ബ്ലാങ്കോസ്. കാർലോ ആഞ്ചലോട്ടിയെ മാറ്റി സാബി അലോൺസിയെ പരിശീലകനാക്കിയായിരുന്നു ടീമിലെ പൊളിച്ചെഴുത്തിന്റെ തുടക്കം. കിലിയൻ എംബാപ്പയും വിനീഷ്യസ് ജൂനിയറും ജൂഡ് ബെല്ലിംഗാമും ഉൾപ്പെടെ താരത്തിളക്കത്തിന് ഒട്ടും കുറവില്ലാത്ത നിരയിലേക്ക് ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡിനെയും ഡീൻ ഹ്യൂസിനെയും എത്തിച്ച ഗലാറ്റിക്കോസ് വികസിപ്പിച്ചു. ആദ്യ മത്സരത്തിൽ സൗദി വമ്പന്മാരായ അൽ ഹിലാലാണ് റയലിന്റെ എതിരാളികൾ. യാസിൻ ബോണോയും റൂബൻ നെവസും യാവോ കാൻസലോയും അലക്സാണ്ടർ മിത്രോവിച്ചും ഉൾപ്പെടുന്ന അൽ ഹിലാൽ റയലിന് വൻ വെല്ലുവിളിയാകുമെന്നുറപ്പ്. ഇന്ത്യൻ സമയം രാത്രി 12:30-ക്കാണ് മത്സരം. നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി രാത്രി 9:30-ക്ക് മൊറോക്കൻ ക്ലബ്ബ് വദാദ് കസബ്ലാങ്കയെ നേരിടും. കഴിഞ്ഞ സീസണിൽ ഒറ്റക്കപ്പ് നേടാനാവാത്ത പെപ് ഗാർഡിയോളയ്ക്കും സംഘത്തിനും ഫിഫ ക്ലബ്ബ് ലോകകപ്പ് നിർണായകം. സ്പോർട്സ് ഡെസ്ക് 24. കേരളത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വനംവകുപ്പിന് കീഴിൽ കേരളത്തിന്റെ മലയോര വനമേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഈ പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. വനമേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കലാണ് അതിൽ പ്രധാനം. വന്യജീവി ആക്രമണങ്ങളിൽ കേരളത്തിൽ ആളപായവും സ്വത്തുനാശവും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോഴാണ് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാനുള്ള സമഗ്ര പദ്ധതികൾ കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചത്. വന്യമൃഗശല്യം തടയാനുള്ള സൗരോർജ്ജ വേലികൾ മുതൽ വനമേഖലയിലുള്ള കുടുംബങ്ങളുടെ മാറ്റിപ്പാർപ്പിക്കൽ വരെ അതിലുൾപ്പെടും.
വനത്താൽ ചുറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് പുറത്തു പോകാൻ താല്പര്യമുള്ളവരെ സ്വന്തം ഇഷ്ടപ്രകാരം മറ്റിടങ്ങളിലേക്ക് താമസം മാറ്റുകയാണ് പദ്ധതി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ, വയനാട് ജില്ലകളിലെ 5 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി 21 സെറ്റിൽമെന്റുകളാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ജനങ്ങളെ ബുദ്ധിമുട്ട് മാറുന്നതോടൊപ്പം വനം വകുപ്പിനും സംബന്ധിച്ചിടത്തോളം വലിയ മാനേജ്മെന്റ് കോൺഫ്ലിക്റ്റ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. സർക്കാരിന്റെ ഏറ്റവും മികച്ച പദ്ധതി തന്നെയാണ് ഈ റീബിൽഡ് കേരള ഉള്ളത്. വന്യജീവികളുടെ ആക്രമണങ്ങൾ നേരിട്ടവർ മറ്റിടങ്ങളിലേക്ക് സർക്കാർ സഹായത്തോടെ താമസം മാറിയപ്പോൾ ജീവിതം തന്നെ മാറി മറിഞ്ഞുവെന്ന് വയനാട് സ്വദേശിയായ റംല പറയുന്നു. വനം വകുപ്പ് ഏറ്റെടുത്തോണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇന്ന് നല്ല സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നു. ലോട്ടറി അടിച്ച പോലെ സാറേ ഉള്ള 1984 മുതൽ വീടിന്റെ പരിസരത്ത് കാട്ടാനശല്യം നേരിട്ടിരുന്ന വയനാട് സ്വദേശി ഗ്രേസിക്കും കുടുംബത്തിനും പറയാനുള്ളതും അതുതന്നെ. ഞങ്ങൾക്ക് അവിടെ നിന്ന് പോകുന്ന പിന്നെ ഞങ്ങള് 4 മണിയാകുമ്പോഴത്തേക്കും പിള്ളേർ സ്കൂളിൽ വീട്ടിലെത്തും. 10 സെന്റ് ഉണ്ടായിരുന്ന തനിക്ക് 50 സെന്റ് സ്ഥലം വാങ്ങി മാറി താമസിക്കാൻ പോലും പദ്ധതി മൂലം കഴിഞ്ഞുവെന്ന് CRP കുന്നിൽ നിന്ന് മാറിയ ഗൃഹനാഥ. ഞങ്ങൾക്ക് 10 സെന്റ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 50 സെന്റ് വാങ്ങി. ഇപ്പോൾ കുറച്ച് വയ്യാണ്ടായാൽ കുറച്ച് ദിവസം പണിക്കൊക്കെ പോകാണ്ടിരുന്നാലും കുഴപ്പമില്ല, ആദായങ്ങളുണ്ട്. 10 ജില്ലകളിലെ 14 ഫോറസ്റ്റ് ഡിവിഷനുകളിലായി 41 സെറ്റിൽമെന്റുകൾ ഉൾപ്പെടുന്ന പദ്ധതിയുടെ DPR-ന് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ കിഫ്ബി അനുമതി നൽകി. 453 കുടുംബങ്ങളെ 67.95 കോടി രൂപ ചെലവിൽ മാറ്റിപ്പാർപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിൽ ഇതുവരെ 161 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. അവർക്കൊരു ജീവിതമാർഗത്തിനുള്ള ട്രെയിനിങ് കൊടുത്തു. പിന്നെ അവർക്ക് മിഷനറീസ് കൊടുത്തു. ചിലവരുടെ താല്പര്യം പശു ആടിനെയൊക്കെ വാങ്ങിച്ച് തരണമെന്നുണ്ടായിരുന്നു. അവരെയൊക്കെ നമ്മൾ അങ്ങോട്ട് അത് വാങ്ങിച്ചു കൊടുത്തു. ഈ സാമ്പത്തിക വർഷത്തിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് 24. 2025 നീറ്റ് എക്സാമിനേഷനിൽ കേരള ടോപ്പേഴ്സായി സൈലം വിദ്യാർത്ഥികൾ. സൈലം ഹൈബ്രിഡ് ക്യാമ്പസുകളിൽ കഴിഞ്ഞ വർഷം റിപ്പീറ്റർ കോഴ്സിന് പഠിച്ച കുട്ടികളിൽ നിന്ന് 615 മാർക്ക് നേടി റെന അബ്ല ടോപ്പറായി. നീറ്റ് JEE പരിശീലനത്തിന് രാജ്യത്താദ്യമായി ഹൈബ്രിഡ് കോച്ചിംഗ് കൊണ്ടുവന്നതും എൻട്രൻസ് പരിശീലനത്തിന് മലയാളത്തിൽ ആദ്യമായി ലേണിംഗ് ആപ്പ് കൊണ്ടുവന്നതും സൈലമാണ്. സൈലം ലേണിംഗ് ആപ്പിൽ ഓൺലൈനായി റിപ്പീറ്റ് ചെയ്ത കുട്ടികളിൽ നിവേദിത A 609 മാർക്ക് നേടി ടോപ്പറായി. വലിയ സ്കോറുകൾ നേടിയ 100 കണക്കിന് വിദ്യാർത്ഥികളെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന പരിപാടിയിൽ സൈലം ആദരിച്ചു. സൈലം CEO ഡോക്ടർ അനന്തു, സൈലം ഡയറക്ടർ ലിജീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുകയാണ്.